വയനാട്ടിൽ ചൂരൽമല നിവാസികൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ഇന്നലെ പ്രതിഷേധിച്ചവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. വില്ലേജ് ഓഫീസറുടെ പരാതി പ്രകാരം 6 പേർക്കെതിരെയാണ് കേസെടുത്തത്. എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് സ്ഥലം MLA ടി സിദ്ദിഖ് മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ആ പ്രതികരണങ്ങൾ. പ്രയാസങ്ങളും ഒരു മഴ വരുമ്പോൾ ആ മഴയും തുടർന്നുള്ളതായ പ്രയാസകരമായ സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായി നിയന്ത്രണങ്ങൾ വരും. നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. 2 ആളുകൾക്ക് അവരുടെ വീടുകളിലേക്ക് പോകാൻ പറ്റില്ല. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ ജോലി ചെയ്തിരുന്ന ആളുകൾക്ക് ജോലിയില്ല. ഇവിടെ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന 10-ലധികം വരുന്ന ഓട്ടോറിക്ഷക്കാരുണ്ട്. ഇവിടെ തലയിൽ ചുമടുത്തതായിരിക്കുന്ന ചുമട്ടുതൊഴിലാളികളുണ്ട്. ഇവിടെ ടൂറിസം പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള സാധാരണക്കാരായ ആളുകളുണ്ട്. ഇവരുടെയൊക്കെ ജീവനോപാധി സംബന്ധിച്ചതായിരിക്കുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കണം. നേരത്തെ പറഞ്ഞത് 10, 11, 12 വാർഡുകളെ പൂർണ്ണമായി സർക്കാർ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആശ്വാസ പദ്ധതികളിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകും എന്ന് മന്ത്രിമാർ ഗവൺമെൻറ് കൊടുത്ത ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് സർക്കാർ ലിസ്റ്റ് ഇപ്പോൾ ഇവർക്ക് ആർക്കും ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 7 വരുന്ന ചുമട്ടുതൊഴിലാളികൾ നിരവധി തവണ കത്ത് കൊടുത്തതാണ്, മന്ത്രിമാരോട് സംസാരിച്ചതാണ്, അസംബ്ലിയിൽ പറഞ്ഞതാണ്, പിന്നെ കളക്ടറോട് നിരവധി തവണ പറഞ്ഞതാണ്. അവർക്കുള്ളതായിരിക്കുന്ന അവരുടെ ജീവനോപാധി നഷ്ടപ്പെട്ടതാണ്. അവർക്കുള്ള ദിനപത്ത് കൊടുക്കുന്നില്ല. ഇവിടെയുള്ള ഓട്ടോറിക്ഷ, ടാക്സി അപ്പോൾ ജീവനക്കാർ അവരുടെ കാര്യം ആവശ്യപ്പെട്ടു. ഇപ്പോൾ കുറച്ച് പേർക്ക് കൊടുക്കുന്നു, കുറച്ച് പേർക്ക് കൊടുക്കുന്നില്ല. അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ദിനപത്തയും വീട്ടുവാടകയും നേരത്തെ പറഞ്ഞതുപോലെ 10, 11, 12 വാർഡുകളിൽ സമ്പൂർണ്ണമായി കൊടുക്കാനുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അവരുടെ ജീവനോപാധി സമ്പൂർണ്ണമായി തിരിച്ചു കിട്ടുന്നത് വരെ അതിനാവശ്യമായിട്ടുള്ള നടപടികൾക്ക് സർക്കാർ നേതൃത്വം കൊടുക്കണം. ആ നേതൃത്വം കൊടുക്കുന്നത് ഇവിടെയുള്ള സിറ്റുവേഷൻ നേരത്തെ കൊടുത്തിരുന്നു. വിവരങ്ങളുമായി അർജുനുണ്ട്. അർജുൻ, വയനാട്ടിൽ ചൂരൽമല നിവാസികൾക്കെതിരെ കേസെടുത്തു എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ഇന്നലെ പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തു എന്നുള്ളതാണ്. വില്ലേജ് ഓഫീസറുടെ പരാതി പ്രകാരമാണ് 6 പേർക്കെതിരെ കേസ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അർജുൻ? തീർച്ചയായും ഇന്നലെയാണ് നാട്ടുകാർ ഇവിടെ ഒത്തുകൂടി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തിയത്. വില്ലേജ് ഓഫീസർ വരുമ്പോൾ വില്ലേജ് ഓഫീസറെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ പ്രതിഷേധം കൃത്യമായി തന്നെ ന്യായമുള്ളതാണെന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ളത്. കാരണം ഇവരുടെ കൃത്യമായി കിട്ടേണ്ട, അവർക്ക് മാസം ലഭിക്കേണ്ട പണം ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു വസ്തുത മുൻകൂട്ടിയാണ്, അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാട്ടിയാണ് ഇവിടെയുള്ള ആളുകൾ പ്രതിഷേധിച്ചത്. അതിനെതിരെയാണ് ഇപ്പോൾ പോലീസ് നോൺ വെയിലബിൾ ഒഫൻസ് ആണ്, അതായത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതായത് വില്ലേജ് ഓഫീസർ പ്രത്യേക നിർദ്ദേശപ്രകാരം വില്ലേജ് ഓഫീസർ കൊടുത്ത പരാതി പ്രകാരമാണ് പോലീസ് ഇന്ന് കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6 പേർക്കെതിരെ, അതായത് ഇന്നലെ ഈ പ്രദേശത്ത് തമ്പടിച്ച അല്ലെങ്കിൽ ഈ പ്രദേശത്ത് പ്രതിഷേധിച്ച തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടിയ 6 പേർക്കെതിരെയാണ് ഇന്ന് പോലീസ്, മേപ്പാടി പോലീസ് കേസെടുത്തിട്ടുള്ളത്. CA നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: വില്ലേജ് ഓഫീസറുടെ പരാതി പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. സ്പെഷ്യൽ ഓഫീസർ അടക്കം ഇവിടെ എത്തുന്നുണ്ടായിരുന്നു. അത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്പെഷ്യൽ ഓഫീസർ അടക്കം ഇവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവരെ അടക്കം തടഞ്ഞുകൊണ്ട് അവരൊക്കെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല, അതെ വേറെ ഒന്നും കിട്ടുവാനില്ല എന്നുള്ളതടക്കം പറഞ്ഞുകൊണ്ട് ഇവർ തങ്ങളുടെ ദയനീയാവസ്ഥ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ കേട്ടുകൊണ്ട് തങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, തങ്ങളിവിടെ നിങ്ങളെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട് പറയാൻ വന്നതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ആളുകൾ വലിയ രീതിയിലുള്ള രോക്ഷാകുലരായത്. അങ്ങനെ നിങ്ങൾ വരേണ്ടതില്ല, കൃത്യമായി ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഇവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ചൂരമല നിവാസികൾ ന്യായമായ ആവശ്യമാണ്, അവർ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തിയത്. ഇപ്പം നമുക്ക് കാണാം പോലീസ് സന്നാഹമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. കൃത്യമായി തന്നെ ബെയിലി പാലം അടച്ചിട്ടുണ്ട്. ഇന്ന് ബെയിലി പാലം തുറന്നിട്ടില്ല. അതായത് ബെയിലി പാലത്തിൻ്റെ താഴെയുള്ള സംരക്ഷണ ഭിത്തിയിൽ വിള്ളൽ ഏറ്റിട്ടുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ്
വേണ്ടിയാണ് PWD ഇത്തരത്തിൽ ഇവിടെ ഈ ഒരു ഭിത്തി, സംരക്ഷണ ഭിത്തി ഒരുക്കിയിട്ടുള്ളത്. ആ സംരക്ഷണ ഭിത്തിയാണ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത്. അതിന് വിള്ളലേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്തേക്ക്, ഈ ബെയിലി പാലത്തിൻ്റെ അക്കരയ്ക്ക് ഇപ്പോൾ പ്രവേശനം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. ആളുകളൊന്നും അങ്ങോട്ട് പോയിട്ടില്ല. തൊട്ടപ്പുറത്താണ് ഇവർക്ക് ഈ തേയിലത്തോട്ടമൊക്കെ ഉള്ളത്. ഈ തേയിലത്തോട്ടത്തിലൊക്കെ പണിയെടുത്താണ് ആളുകൾ ജീവിക്കുന്നത്. പക്ഷേ ഈ ഒരു ബെയിലി പാലത്തിൻ്റെ പ്രശ്നവും മറ്റ് വിഷയങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ഈ ഒരു പ്രദേശത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ തന്നെ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. അതായത് ഈ ബെയിലി പാലം അടച്ചതുമായി ബന്ധപ്പെട്ട പാലത്തിന്റെ സംരക്ഷണ ഭിത്തിക്ക് വിള്ളൽ കണ്ടെത്തി എന്നുള്ള വാർത്ത നമ്മൾ നേരത്തെ തന്നെ ബ്രേക്ക് ചെയ്തതാണ്. 3 സ്ഥലങ്ങളിൽ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. പാലത്തിന്റെ അടിഭാഗത്തെ മണ്ണും ഒലിച്ചുപോയ നിലയിലാണ്. PWD 40 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കൂടി കണ്ടതിന് ശേഷം കൂടുതൽ വിശദാംശങ്ങൾ നോക്കാം. നമ്മളുടെ കാലങ്ങളായിട്ട് ഈ ഉരുൾപൊട്ടിയിട്ട് ഒരു പട്ടാളത്തിൻ്റെ പാലം ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അതിന് സംരക്ഷണ ഭിത്തിയായിട്ട് സർക്കാരിൻ്റെ ലെവലിൽ കുറേ ഫണ്ട് മുടക്കി സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടുണ്ട്. അത് ഈ വർഷത്തെ മഴയിൽ പകുതിയോളം ഒലിച്ചു പോയിട്ടുണ്ട്. അത് വിള്ളൽ വീണിട്ടുണ്ട്. അത് സുരക്ഷിതമല്ല. ഒരു ജനങ്ങൾക്കും അപ്പുറത്തേക്ക് കടന്നു പോയി എസ്റ്റേറ്റിൽ ജോലി എടുക്കുവാനോ മറ്റുള്ളതിനോ സാധിക്കുമല്ല. ഇപ്പോൾ പാലത്തിൽ കയറുവാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ സംരക്ഷണ ഭിത്തിക്ക് ഇപ്പോൾ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. അതിൻ്റെ കോൺട്രാക്ടർമാർ വീണ്ടും അത് റീകണ്ടീഷൻ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പ്രദേശവാസികളായ 3 വാർഡുകാർക്ക് 300 രൂപ വെച്ച് സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ ഫണ്ട് ഇവിടുത്തെ കുറേ ഉദ്യോഗസ്ഥന്മാരും കുറേ ചിങ്കിടികളും കൂടിയിട്ട് അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കുറേ ആൾക്കാർക്ക് കൊടുക്കുകയും കുറേ ആൾക്കാർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണ്. പൊതുജനങ്ങൾ പിരിച്ചു കൊടുത്ത 800 കോടി രൂപ സർക്കാരിൻ്റെ കയ്യിൽ കിടക്കുമ്പോൾ സർക്കാരിൻ്റെ ഫണ്ടോ കേന്ദ്രത്തിൻ്റെ ഫണ്ടോ ഒന്നുമില്ലാതെ ഇതെല്ലാം കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഫണ്ടുകൾ ഇപ്പോൾ സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിലുണ്ട്. ഇതിൽ നിന്നും ഒന്നും എടുത്ത് കൊടുക്കാതെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അനാസ്ഥ കാണിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങളെ എത്ര രീതിയിൽ ബുദ്ധിമുട്ടിക്കാമോ അത്രയും രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. അത് പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അർജുൻ, അവർ പങ്കുവയ്ക്കുന്നത് വളരെ ജെന്യുവിനായിട്ടുള്ള ആശങ്കയാണ്. ഒന്ന്, മഴ കനക്കുമ്പോൾ തീർച്ചയായും അവരുടെ നെഞ്ചിൽ തീയാണ്. അതോടൊപ്പമാണ് ഈ ഫണ്ട് തിരിമറിയെക്കുറിച്ചുള്ള ആശങ്ക കൂടി അവർ പങ്കുവയ്ക്കുന്നത്. അവർക്ക് ലഭിക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് ഉപയോഗപ്പെടേണ്ട ഫണ്ടാണത്. എന്താണ് നാട്ടുകാർക്ക് കൂടുതലായി പറയാനുള്ളത്? ഫണ്ടൊക്കെ ഇവർക്ക് വേണ്ടി ലഭിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇവിടെ നിന്ന് പിരിച്ചെടുത്ത, അത് സാധാരണക്കാരുടെ അടുത്തുനിന്നും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തുനിന്നൊക്കെ പിരിച്ചെടുത്ത കുറേ പണം ഉണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അത്തരത്തിൽ ആ പണം ഈ മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. പക്ഷേ അതൊന്നും ഇതുവരെയും ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഈ സർക്കാരിൻ്റെ ചെലവഴിച്ച തുകയിൽ ഇപ്പോൾ PWD വകുപ്പിൽ നിന്ന് 40 ലക്ഷം ചെലവഴിച്ച തുകയാണ് അതായത് ഈ സംരക്ഷണ ഭിത്തി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ സംരക്ഷണ ഭിത്തി 40 ലക്ഷം രൂപ ഉപയോഗിച്ച് എന്ത് സംരക്ഷണ ഭിത്തിയാണ് കിട്ടിയത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, അത്ര വലിയ രീതിയിലുള്ള ഒരു കനമൊന്നും ആ സംരക്ഷണ ഭിത്തിക്കില്ല. എത്ര പെട്ടെന്നോ ഒലിച്ചു പോകാൻ കഴിയുന്ന രീതിയിലുള്ള സംരക്ഷണ ഭിത്തിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതും ചെറിയ ഒരു 30 മീറ്റർ നീളം മാത്രമേ ഈ സംരക്ഷണ ഭിത്തിക്ക് ഉണ്ടാവൂ. ആ 30 മീറ്റർ നീളത്തിനാണ് ഇപ്പോൾ 40 ലക്ഷം രൂപ എന്നുള്ളത് നമുക്ക് ചിന്തിക്കുമ്പോഴാണ് ആശ്ചര്യം ഉണ്ടാകുന്നത്. ഏത് തരത്തിലാണ് ഈ 40 ലക്ഷം വിനിയോഗിച്ചത് എന്നുള്ളത് ഏത് തരത്തിൽ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അത് മാത്രമല്ല, സംരക്ഷണ ഭിത്തിൻ്റെ തൊട്ടിപ്പുറത്ത് കുറച്ച് മണ്ണും കല്ലും ഒക്കെ ഇട്ടിട്ടുണ്ട്. ആ മണ്ണും കല്ലും ഒക്കെ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, നമുക്ക് മറ്റൊരു ദൃശ്യങ്ങൾ കാണണമെങ്കിൽ ഈ ഒരു പുഴയുടെ ഇരുവശത്തായിട്ട് മണ്ണ് കയറ്റി വെച്ചിട്ടുണ്ട്. അതായത് പുഴയിൽ നിന്നുള്ള വേസ്റ്റുകൾ, പുഴയുടെ അതായത് കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ വന്നിട്ടുള്ള മണ്ണും അതുപോലെ തന്നെ കല്ലും ചെളിയും എല്ലാം 2 വശത്തായി വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ 2 വശത്തായി ഈ പുഴയിൽ നിന്നും കയറ്റി വെച്ചിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഉറപ്പിക്കാത്ത രീതിയിലാണ് ഈ മൺതിട്ടകൾ വെച്ചിട്ടുള്ളത്. അവയെല്ലാം വീണ്ടും ഈ മഴ പെയ്തപ്പോൾ, ഈ ഒഴുക്ക് ശക്തമായപ്പോൾ അത് വീണ്ടും ഈ പുഴയിലേക്ക് തന്നെ വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ പുഴ ഗതിമാറി ഒഴുകാൻ വരെ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ പടവെട്ടിക്കുന്നത്, ഈ ഒരു ചൂരന്മാരുടെ തൊട്ടപ്പുറത്തുള്ള പ്രദേശമാണ് പടവെട്ടിക്കുന്ന് എന്ന് പറയുന്നത്. അവിടെ ഗോസോൺ ഏരിയ ആണ്. ആ പ്രദേശത്തേക്ക് ഇപ്പോൾ ഒരു വഴി സർക്കാർ വെട്ടുന്നുണ്ട്. നാട്ടുകാർ ചോദിക്കുന്നത് എന്തിനാണ് അങ്ങനെ ഒരു വഴി വെട്ടുന്നത് എന്നുള്ളതാണ്. അതായത് ഫണ്ട് വെറുതെ ആവശ്യമില്ലാതെ അനാവശ്യമായി കളയുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഈ ഒരു വഴിയൊക്കെ വെട്ടി കീശ വീർപ്പിക്കാനുള്ള പണിയാണ് എന്നുള്ളതാണ് നേരത്തെ നമ്മളോട് നാട്ടുകാരൊക്കെ പ്രതികരിച്ചത്. അത്തരത്തിൽ
വലിയ രീതിയിലുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് ആ ചൂരൽമല നിവാസികൾ ഉള്ളത്. അതായത് ഇനി തങ്ങൾ എന്തു ചെയ്യുമെന്നുള്ള ഒരു ചോദ്യമാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ബെയിലി പാലം അവർക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു പാലം തന്നെയാണ്. അതിൻ്റെ സംരക്ഷണ ഭിത്തിയാണ്, അതായത് സർക്കാർ നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയാണ് ഇപ്പോൾ ഒരു സ്ഥലം പൂർണ്ണമായും പോയിട്ടുള്ളത്. അതിൻ്റെ മുകളിലുള്ള മണ്ണൊക്കെ ഒലിച്ചു പോയി ചില സ്ഥലങ്ങൾ വിണ്ട് കീറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിനൊക്കെ വലിയ രീതിയിൽ ഇവർക്ക് വലിയ രീതിയിലുള്ള ആശങ്ക ഇവർക്കുണ്ട്. മാത്രമല്ല ഇവരുടെ പ്രധാന പ്രശ്നം, മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞത് 300 രൂപ വെച്ച് ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കുറച്ച് നാളായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ പ്രധാനമായും പരാതി പറഞ്ഞിരുന്നത്. എന്നാൽ ADM കഴിഞ്ഞ ദിവസം എത്തി കൃത്യമായി തന്നെ ഇവർക്ക് ഈ ഉറപ്പ് നൽകിയിരുന്നു. 300 രൂപ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകും, 10, 11, 12 വാർഡുകളിലുള്ളവർക്ക് നൽകും എന്ന് ADM പറയുകയും ചെയ്തിരുന്നു. എല്ലാവർക്കും എന്നുള്ളതാണ് ADM പറഞ്ഞത്. പക്ഷേ ഇന്നലെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നില്ല. നേരത്തെ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് ഈ 300 രൂപ കൊടുക്കുന്നത് എന്നുള്ളതാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇവർ പറയുന്നത് അതല്ല, ലിസ്റ്റിൽ പെടാത്ത ഒരുപാട് പേരുണ്ട്, അതായത് ഗോസോൺ ഏരിയയിൽ തന്നെ പെട്ട ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഈ ഇത്തരത്തിലുള്ള 300 രൂപ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇവർ പരാതി പറയുന്നത്. മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ ടൗൺഷിപ്പാണ്. ടൗൺഷിപ്പ് പദ്ധതി എത്രയും പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഇവരുടെ ആവശ്യം. അതായത് ഒരു വർഷമായി, അതായത് ജൂലൈ 30 ആകുമ്പോൾ ഒരു വർഷമാകും ഈ ഒരു ദുരന്തത്തിന്. ആ ദുരന്തം നടന്ന ഒരു വർഷമായിട്ടും ഇതുവരെയും ടൗൺഷിപ്പ് പദ്ധതി പോലും ഇതുവരെ പൂർത്തിയായില്ല എന്ന് പറയുമ്പോഴാണ് വലിയ രീതിയിൽ ഇവർക്കുള്ള ഒരു ആശങ്ക ഉയർന്നു വരുന്നത്. മാത്രമല്ല ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ പോലും തങ്ങൾക്ക് കഴിയില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് നാട്ടുകാരെല്ലാം ചോദിക്കുന്നത്. 6 പേർക്കെതിരെയാണ് എന്ന പോലീസ് കേസെടുത്തിരിക്കുന്നത്. വില്ലേജ് ഓഫീസറുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ നൽകിയ പരാതി പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നത് തങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? തങ്ങളുടെ വികാരങ്ങൾ തങ്ങൾ പ്രകടിപ്പിച്ചു. അവരോട് കൃത്യമായി തന്നെ വലിയ രീതിയിലുള്ള സംഘർഷമൊന്നും ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ അവരെ തടഞ്ഞു വെച്ചു. അത് മാത്രമേ ഞങ്ങൾ ചെയ്തുള്ളൂ. അത് കൃത്യമായി തന്നെ ഞങ്ങളുടെ വികാരങ്ങൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് ആ ചൂരൽമല നിവാസികളൊക്കെ പറയുന്നത്. ഇവിടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് ചൂരൽമലയിൽ തന്നെ ഈ ഹോട്ടലുകൾ നടത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 2-3 കടകളൊക്കെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ വലിയ രീതിയിലുള്ള ആശങ്കയിലാണുള്ളത്. ഇത്തരത്തിൽ പുഴ വീണ്ടും കവിഞ്ഞൊഴുകിക്കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് വരെ ആ വെള്ളം എത്തുമോ എന്നുള്ള ഒരു ആശങ്ക അവർക്കുണ്ട്. മാത്രമല്ല നിവാസികൾക്കെതിരെ പോലീസ് കേസ് എടുത്തു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി പുറത്ത് വന്നത്. ഇന്നലെ പ്രതിഷേധിച്ചവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. വില്ലേജ് ഓഫീസറുടെ പരാതി പ്രകാരം 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ബെയിലി പാലം അടച്ചിട്ടുണ്ട്. പാലത്തിന്റെ സംരക്ഷണ ഭിത്തിക്ക് വിള്ളലും ഉണ്ടായിട്ടുണ്ട്. ഈ 3 സ്ഥലങ്ങളിലാണ് വിള്ളൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും നാട്ടുകാർക്കൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. PWD 40 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയാണ്. സ്വാഭാവികമായും അവർ പ്രതിഷേധിക്കുമെന്നാൽ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കും എന്നുള്ള രീതിയിലേക്ക് സർക്കാർ മുന്നോട്ട് പോയാൽ അതെങ്ങനെ ശരിയാകുമെന്നാണ് അവർ ചോദിക്കുന്നത്.